PSC ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇതിൻ്റെ സെറ്റ് 3 വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ടോപ്പിക്കാണ്. ശരിക്കും ഈ ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ +2 രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലെ ആദ്യത്തെ 2-3 ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മൾ പരീക്ഷ എടുത്താൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള യോഗം ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എൻ്റെ ഒരു ചെറിയൊരു ചാനൽ ഈ യാദൃശ്ചികമായിട്ടാണെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെടുകയും നിങ്ങളിത് ഫോളോ അപ്പ് ചെയ്യാൻ ഇടയാകുകയും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ, കുറേ നാളായിട്ട് പരീക്ഷ എഴുതുന്നതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വരാൻ പോകുന്ന പരീക്ഷ നിർണായകമാണ്. ഇത് നിങ്ങളുടെ ലൈഫ് തീർച്ചയായും തീരുമാനിക്കപ്പെടുന്ന നല്ലൊരു എക്സാമായി മാറുമെന്ന് എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുസ്തകം പരിചയപ്പെടാനും ഇതിൽ നിന്നുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടാനും യോഗമുണ്ടായത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ രാവിലെ 5 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ വൈകിട്ട് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയുള്ള കറണ്ട് അഫയേഴ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ വൈകിട്ട് 3 മണിക്കും രാത്രി 8 മണിക്കുമായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള യോഗമായിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുക. ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. ബാക്കിയൊന്നും പഠിക്കണമെന്നല്ല, ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഇന്ന് സെറ്റ് 4 ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. സെറ്റ് 4-ലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അത് നമുക്ക് ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, ഇതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിയായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ പ്രസ്താവന 1 പറയുന്നത് 84ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മധ്യപ്രദേശ് വിഭജിച്ചാണ്. എത്രയാണ്? 84ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മധ്യപ്രദേശ് വിഭജിച്ചാണ് ഇന്ത്യയിലെ 26ാമത്തെ സംസ്ഥാനമായി ഛത്തീസ്ഗഡ് രൂപീകരിച്ചത് എന്നാണ് പറയുന്നത്. ശരിക്കും ഈ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ഇനി അടുത്ത രണ്ടാമത്തേത് പറയുന്നത് രാജസ്ഥാന്. ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമെന്ന വിശേഷണം സ്വന്തമായത് മധ്യപ്രദേശ് വിഭജിച്ചതോടെയാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് രാജസ്ഥാൻ എന്ന് പഠിക്കുമ്പോൾ നിങ്ങളത് ഓർക്കണം. എങ്ങനെയാണ്? മധ്യപ്രദേശ് വിഭജിച്ചു പോയത് കൊണ്ടാണ് രാജസ്ഥാന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമെന്ന വിശേഷണം സ്വന്തമായത്. ഇതിൽ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കയ്യിൽ കരുതിക്കൊള്ളുക. കാരണം അറിയാൻ പാടില്ലാത്തത് അപ്പം തന്നെ എഴുതി പോവുക. ഇനി നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 സെറ്റ് 1 സെറ്റ് 2ൻ്റെ പരീക്ഷ നമ്മൾ വ്യാഴാഴ്ചയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് താല്പര്യമുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജിച്ചതോടെ പാകിസ്ഥാനിൽ പൂർണ്ണമായും ഉൾപ്പെട്ട പ്രവിശ്യകൾ ഏതെല്ലാമെന്നാണ്. ഇവിടെ താഴത്തൊരു 5 പ്രവിശ്യകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ബലൂചിസ്ഥാനാണ്, 2 നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് ആണ്, 3 ബംഗാളാണ്, 4 സിന്ധാണ്, 5 പഞ്ചാബാണ്. ഈ 5 പ്രവിശ്യകളിൽ ഏതെല്ലാമാണ് ഇന്ത്യ വിഭജിച്ചതോടെ പാകിസ്ഥാനിൽ പൂർണ്ണമായും ഉൾപ്പെട്ട പ്രവിശ്യകൾ ഏതെല്ലാമെന്നാണ് ചോദ്യം. അതിൽ നമുക്ക് ബലൂചിസ്ഥാൻ അറിയാം. ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്നറിയാം. പിന്നെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാരണം PSC പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ വായിച്ചു വിട്ട കാര്യങ്ങളാണ്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, പിന്നെ സിന്ധും വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ബാക്കിയൊക്കെ ഈ ബംഗാളും പഞ്ചാബും ഒക്കെ അതിൽ പെടാത്തതാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിനി എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താൽ പോലും ഇതിനകത്തോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. കാരണം ബലൂചിസ്ഥാനും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസും ഉണ്ടെന്നുള്ളത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 1ഉം 2ഉം ഉള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ഇതിനകത്ത് 1ഉം 2ഉം ഉള്ള ഓപ്ഷൻ 1 ഇതാണ്. അതേപോലെ 1, 2 ഉള്ളത് 1 ഈ ഓപ്ഷനാണ്. ബാക്കി ഇതിലും ഇല്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ഇതിലും ഇല്ല, 1ഉം 2ഉം ഇല്ല, ഇതിലില്ല. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. ബാക്കി 1, കാരണം എന്താ? ബലൂചിസ്ഥാനും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസും പാകിസ്ഥാൻ്റെ കൂടെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മളങ്ങനെ 1ഉം 2ഉം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉം എടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A
എയും ഓപ്ഷൻ ഡിയും മാത്രമാണ്. പിന്നെ നമുക്കറിയാം സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യയും നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള 3 ബംഗാൾ, സിന്ധ്, പഞ്ചാബ്. ഇതിൽ പാകിസ്ഥാൻ്റെ കൂടെ വരാൻ സാധ്യത സിന്ധ് തന്നെയാണ്. സിന്ധ് എന്തായാലും ബംഗാൾ വരില്ല. അപ്പോൾ ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ ആയിരുന്നെങ്കിൽ അത് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള അതൊന്നും അങ്ങനെയെങ്കിലും നമുക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷേ ഇത് ഈസ്റ്റ് ബംഗാൾ എന്നല്ല, ബംഗാൾ എന്നാണ് കിടക്കുന്നത്. പക്ഷേ സിന്ധ് പിന്നെ ഉള്ള എന്താണ്, സിന്ധ് നമുക്കറിയാം. പിന്നെ പഞ്ചാബ് ഇതിൻ്റെ കൂടെ വരില്ല. അപ്പോൾ പിന്നെ ഉള്ളത് സിന്ധാണ്. സിന്ധ് ഉണ്ടെന്ന് നമുക്ക് ഏകദേശം നമുക്കൊരു ധാരണ, നമ്മുടെ മൈൻഡ് സെറ്റ് കിട്ടും. കാരണം നമ്മൾ കുറേ നാളായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്. ആ ഒരു എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോകാം. 1 to 4 ആണെന്നുള്ളത് അതിലേക്ക് പോകാം. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ് 1 to 4. ഏതൊക്കെയാണ് പാകിസ്ഥാനിലുള്ളത്? ബലൂചിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, അതുപോലെ സിന്ധ്. എങ്ങനെ 3 പ്രവിശ്യകളായിരുന്നു പാകിസ്ഥാനിൽ ഉൾപ്പെട്ടത്. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, അതിൽ ശരി ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ശരിയാണെന്ന്. അപ്പോൾ ഇത് മൂന്നാമത്തെ ചോദ്യമാണ്. ഇവിടുത്തെ ഒന്നാമത്തെ പ്രസ്താവന നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19-നാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ശരിയാണ് ഈ പ്രസ്താവന. ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. ആ ഡേറ്റ് ഒക്കെ കറക്റ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി പ്രസ്താവന 2 നോക്കുക. ആര്യഭട്ട വിക്ഷേപിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതും ശരിയാണ്. കാരണം അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുന്നത് 1975 ജൂൺ 25-നൊക്കെയാണ് അല്ലേ? ഏപ്രിൽ കഴിഞ്ഞിട്ടാണല്ലോ ജൂൺ വരുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി 1966 മുതൽ 77 വരെയും പിന്നീട് 80 മുതൽ 84 വരെയും ഇങ്ങനെയാണ് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഭരണ കാലഘട്ടം എടുത്താൽ തന്നെ നമുക്ക് ആ സമയത്ത് ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് നമുക്ക് 4-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത 4-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക എന്നാണ്. ഇത് ഭാഷാടിസ്ഥാനത്തിൽ ഇത് സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളെ കുറിച്ചിട്ടാണ് ഈ 3 ചോദ്യം വരുന്നത്. 3 ചോദ്യം. ഫസൽ അലി കമ്മീഷൻ നമുക്ക് കേട്ടിട്ടുണ്ട്. ഇത് എപ്പോഴും ചോദിക്കുന്നുണ്ട്. JVP കമ്മിറ്റി, ദാർ കമ്മീഷൻ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതാണ് ആദ്യം വന്നതെന്ന് അറിയണമെങ്കിൽ ഇത് വന്ന വർഷം നമ്മൾ അറിയണം അല്ലേ? ഫസൽ അലി കമ്മീഷൻ വന്നിട്ടുള്ളത് നമുക്കറിയാം. ഫസൽ അലി കമ്മീഷൻ വന്നിട്ടുള്ളത് ശരിക്കും 1953-ലാണ്. അത് നമുക്കറിയാം. 1900 ഇതിൽ സ്ക്രീനിൽ എഴുതാൻ എനിക്ക് സ്പീഡ് കുറവാണ്. 1953-ലാണ് ഫസൽ അലി കമ്മീഷൻ വന്നിട്ടുള്ളത്. JVP കമ്മിറ്റി എന്ന് പറയുന്നത് ശരിക്കും 1948 ഡിസംബർ മാസത്തിലാണ്. ഞാൻ ഇതിൽ എഴുതാൻ വളരെ വീക്കാണ്. ഡിസംബർ 29-നാണ് കേട്ടോ ഈ ഡേറ്റ്. ഡിസംബർ 29. ഇത് 1948. ഇനി ദാർ കമ്മീഷൻ വരുന്നതും ഇതേ 1948-ലാണ്. ഞാനത് ചുരുക്കി 48 എന്ന് എഴുതുന്നുള്ളൂ. 1948. അത് പക്ഷേ ജൂൺ 17-നാണ്. ജൂൺ 17. ജൂൺ കഴിഞ്ഞിട്ടാണല്ലോ ഡിസംബർ വരുന്നത്. ജൂൺ 17. അപ്പം നമുക്ക് നോക്കുക. ഫസൽ അലി കമ്മീഷൻ 1953-ലും JVP കമ്മിറ്റിയും ദാർ കമ്മിറ്റിയും 48-ൽ തന്നെയാണ്. പക്ഷേ 48 ജൂണിൽ ആദ്യം വരുന്നത് ദാർ കമ്മീഷനും ഡിസംബർ 29 വരുന്നത് JVP കമ്മിറ്റിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1948 ജൂണാണ് ആദ്യം വരുന്നത്. അതായത് ദാർ കമ്മിറ്റിയാണ് ആദ്യം വരുന്നത്. അതിനുശേഷമാണ് JVP കമ്മിറ്റി വരുന്നത്. അതിനുശേഷമാണ് ഫസൽ അലി കമ്മീഷൻ വരുന്നത്. അതായത് തിരിച്ച് ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പോൾ അത് 3-2-1 എന്നൊരു ഓപ്ഷൻ ഉള്ളത് ഇതാണ്. 3-2-1. അതായത് 3-4 ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇനി നിങ്ങളത് പഠിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ +2-ലെ രണ്ടാമത്തെ രാഷ്ട്രമീമാംസ 2-ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് +2-ലെ രാഷ്ട്രമീമാംസ എന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ 3 ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവരിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെട്ടവർ ആരെല്ലാം എന്നാണ് ചോദ്യം. ഉൾപ്പെട്ടവർ ആരെല്ലാം? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറേ നാളായിട്ട് അറിയാം. നമുക്ക് കൃത്യമായിട്ട് അറിയാം. സംസ്ഥാന പുനഃസംഘടന അല്ലെ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതിൽ ഫസൽ അലി ഉണ്ട്, എച്ച് എൻ കുൻസ്രു ഉണ്ടെന്ന് നമുക്കറിയാം. ഇവർ രണ്ടും ഉണ്ടെന്ന് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഇതെങ്ങനെ എലിമിനേഷനിലേക്ക് പോകാൻ നോക്കാം. അപ്പം 3-ഉം 4-ഉം ഉണ്ട്. 3-ഉം 4-ഉം ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. 3-ഉം 4-ഉം. പിന്നെ നമുക്കറിയാം BP മേനോൻ എന്ന് പറയുന്നത് ഇതിൽ പെടുന്നില്ല. പക്ഷെ BP മേനോൻ മറ്റേ പട്ടേലിനെ സഹായിക്കുന്ന ആളാണെന്ന് നമ്മൾ വായിക്കുന്ന ആൾക്കാർ, അതായത് പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. പിന്നെ വരാൻ സാധ്യത സർദാർ KM പണിക്കറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക്
2, 3, 4 എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ ഡി 2, 3, 4 ആരൊക്കെയാണ്? ഫസൽ അലി, എച്ച് എൻ കുൻസ്രു, സർദാർ കെ എം പണിക്കർ. ഇവരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെട്ടവർ കേട്ടോ. വി പി മേനോൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിൽ പട്ടേലിനെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ സംസ്ഥാന പുനഃസംഘടനയൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കേണ്ട ടോപ്പിക്കാണ് കേട്ടോ. ഐക്യ കേരള പ്രസ്ഥാനം പറഞ്ഞതുപോലെ ഇതും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അടുത്ത 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 6ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിയായ പ്രസ്താവന 6ാമത്തേത് ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കുക. അതിൽ 1ാമത്തെ പ്രസ്താവന ജമ്മു കാശ്മീർ വിഷയത്തിൽ, 1ാമത്തെ പ്രസ്താവന ജമ്മു കാശ്മീർ വിഷയത്തിൽ നെഹ്റു സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച കേന്ദ്രമന്ത്രിയാണ് ജോൺ മത്തായി എന്നാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ശരിയാണ് ഈ പ്രസ്താവന. അപ്പോൾ പ്രസ്താവന ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ കണ്ണടച്ചതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ജമ്മു കാശ്മീർ വിഷയത്തിൽ നെഹ്റു സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച കേന്ദ്രമന്ത്രിയാണ് ജോൺ മത്തായി. അപ്പം നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കിട്ടിയല്ലോ. ഇനി അത് മനസ്സിൽ നിന്നും മറക്കത്തില്ലല്ലോ. ഇത് നിങ്ങൾ പഠിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ആ ഇൻഫർമേഷനായിട്ട് മനസ്സിലാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഇത് നിങ്ങൾ പഠിക്കുകയല്ല അല്ലേ. ജോൺ മത്തായി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം അത് രാജിവെച്ച കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ പഠനം മാറ്റിയെടുക്കേണ്ടത് കേട്ടോ. ഇൻഫർമേഷനാണ്, അത് അറിയുക എന്നുള്ള ലെവലിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക. അല്ലാണ്ട് പഠിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കുമ്പോൾ നമുക്ക് ഒന്നും അതിലേക്ക് കയറത്തില്ല. അപ്പോൾ ഇനി ജോൺ മത്തായിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ കാര്യം ഓർക്കണം. അടുത്ത 2ാമത്തത് പാന്തിക് പാർട്ടി നേതാവായ സർദാർ ബൽദേവ് സിംഗ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർദാർ ബൽദേവ് സിംഗ് ആയിരുന്നു ആദ്യത്തെ പ്രതിരോധ മന്ത്രി അല്ലെ. നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭ പഠിക്കുമ്പോൾ ബൽദേവ് സിംഗ് പ്രതിരോധം എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചു ഓർക്കുന്നില്ലേ. പിന്നെ ഇദ്ദേഹം പാന്തിക് പാർട്ടി നേതാവാണെന്ന് നമ്മൾ അറിയണമെന്നില്ല. എന്നാൽ ഈ പോയിന്റിൽ കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് അതും കൂടെ കിട്ടി അല്ലേ. ഇദ്ദേഹം പാന്തിക് പാർട്ടി നേതാവാണ് അല്ലേ. നമ്മളല്ലാതെ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബൽദേവ് സിംഗ് പ്രതിരോധം, ബൽദേവ് സിംഗ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ അംഗമായ ഹിന്ദു മഹാസഭ നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി. ഇദ്ദേഹം ഹിന്ദു മഹാസഭ നേതാവാണോ അല്ലയോ എന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ എനിക്ക് തോന്നുന്നു വ്യവസായം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ് അല്ലേ. അപ്പോൾ ഇതും കറക്റ്റാണ്. ഇദ്ദേഹം സ്വതന്ത്ര മന്ത്രിസഭയിലുണ്ട്. പിന്നെ അദ്ദേഹം ഏതിൻ്റെ നേതാവാണെന്നും കൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഹിന്ദു മഹാസഭ നേതാവാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ അംഗമായ ഹിന്ദു മഹാസഭ നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി. ഇനി അപ്പോൾ 1, 2, 3 പ്രസ്താവനകൾ ശരി തന്നെയാണ്. അടുത്ത 4ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗറാണ്. ഇതും ശരിയാണ്. ഇതും നമുക്കറിയാവുന്നതാണ് അല്ലെ. ആരോഗ്യ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഊഹം. ആരോഗ്യ വകുപ്പ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മന്ത്രിസഭ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ 4ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനയും ശരിയായിട്ടുള്ളത് കൊണ്ട് ഓപ്ഷൻ 6ന്റെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. 6ന്റെ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു 7ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ഞാൻ സാധാരണയേക്കാൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. കാരണം ലാഗിങ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ പറയാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നോട്ട്സ് എഴുതേണ്ടത് മാത്രം നോട്ട്സ് എഴുതുക. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ എന്നാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനാണ് എന്നാണ്. ഇത് നമുക്കറിയാം. ഇത് നമ്മുടെ അടിയന്തരാവസ്ഥ എന്നൊരു ടോപ്പിക് ഉണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്കറിയാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എനിക്കൊന്ന് ചൈനയുമായിട്ടുള്ള ഒരു പ്രശ്നത്തെ തുടർന്നിട്ടാണ് 1962 ഇദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ചൈനയുമായ 62 ഇത് ഉണ്ടാകുമ്പോഴാണ്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962. പിന്നെ 62 ചൈന ഇൻവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അപ്പോൾ 1ാമത്തെ പ്രസ്താവന ശരിയാണ്.
കാരണം ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡോക്ടർ രാധാകൃഷ്ണനാണ് അല്ലെ. 100-ലധികം ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അല്ലെ. അതേപോലെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 356 പ്രകാരം പ്രഖ്യാപിക്കുന്നതാണ് അല്ലെ. ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975 ജൂൺ 25-നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. 1975 ജൂൺ 25-ന് അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. വളരെ കറക്റ്റാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരി തന്നെയാണ്. ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഇത് ആദ്യമായിട്ട് അത് 1962 കാലഘട്ടത്തിലാണ്, ആ ചൈന ഇൻവേഷൻ വരുമ്പോൾ. ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്ന പോയിന്റ്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആഭ്യന്തരം എന്ന് വെച്ചാൽ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉള്ള ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് അല്ലെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 1975 ജൂൺ 25-നാണ്. ഇത് പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇത് 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പം ഇനിയിപ്പോൾ നാലാമത്തെ പ്രസ്താവന നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. നാലാമത്തെ പ്രസ്താവന. അപ്പം നിങ്ങളിത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടാൻ യോഗമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോസ് നിങ്ങൾ ആദ്യം തന്നെ കണ്ട് മാറുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടണം. നാലാമത്തെ പ്രസ്താവന നോക്കുക. നാലാമത്തെ പ്രസ്താവന 1975 ജൂൺ 25-ന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ 18 മാസം നിലനിന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് 18 മാസം അല്ല നിലനിന്നത്. ശരിക്കും അത് 21 മാസം നിലനിന്നിട്ടുണ്ട്. 21 മാസം. അപ്പോൾ ശരിക്കും ഇത് തെറ്റായിട്ടുള്ളൊരു ഓപ്ഷൻ അല്ലേ. അതുകൊണ്ട് അപ്പോൾ 1, 2, 3 അതാണ് ശരിയായിട്ടുള്ളത്. അത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതാണ് 7ാമത്തേൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കുക, ശരിയായ പ്രസ്താവനകളെ കുറിച്ചിട്ടാണ്. ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യാനന്തരം 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് കേട്ടോ. 1965 ഇന്ത്യയും മറ്റേ 62 വരുന്നത്, 62 ചൈനയായിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം 65 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടം 66-77 ആണ്. 66-77 അതിനുശേഷം 80-84. അപ്പോൾ 66-ലാണ്. ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അതിലേക്ക് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്ന് പഠിക്കണം കേട്ടോ. പ്രധാനമന്ത്രിമാർ വന്നിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയും ഇദ്ദേഹം ആദ്യത്തതൊക്കെ എത്ര വർഷം ഉണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യനും കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക. സ്വാതന്ത്ര്യാനന്തരം 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1971 ഇന്ദിരാഗാന്ധിയുടെ റായ്ബറേലിയിലെ തിരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കുകയും 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്ത അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ജഗ്മോഹൻ ലാൽ സിൻഹ എന്ന് പറയുന്നത്. ഇതും ശരിയാണ്. നമ്മൾ ആ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കുന്നുണ്ട്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അടുത്ത പ്രസ്താവന 3 നോക്കുക. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി എന്ന്. ഇത് തെറ്റാണ് അല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മുടെ നെഹ്റുവാണ് അല്ലേ. അതുകൊണ്ട് ഈ മൂന്നാമത്തേത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന, അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഭാഗികമായി സ്റ്റേ അനുവദിച്ച സുപ്രീം കോടതി ജഡ്ജിയാണ് VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ പറഞ്ഞാൽ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്ത 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവ പരിഗണിക്കുക എന്നുള്ളതാണ്. സിക്കിമിന് സംസ്ഥാന പദവി ലഭിക്കുന്നു. താഷ്കന്റ് ഉടമ്പടി, കാർഗിൽ യുദ്ധം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന. ഇത്രയും കാര്യങ്ങൾ വർഷം അറിയാമെങ്കിലാണ് ഇത് നമുക്ക് ഓർഡറിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിക്കിമിന് സംസ്ഥാന പദവി ലഭിക്കുന്നത് 1975 മെയ് 16-നാണ്. സിക്കിമിന് 1975
സിക്കിമിന് സംസ്ഥാന പദവി ലഭിക്കുന്നത് 1975 മെയ് 16-നാണ്. താഷ്കന്റ് ഉടമ്പടി നമുക്കറിയാലോ. താഷ്കന്റ് ഉടമ്പടി പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം, അല്ല പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായത് 65-ലാണെന്ന് പറഞ്ഞു. താഷ്കന്റ് ഉടമ്പടി 66-ലാണ് അല്ലെ. താഷ്കന്റ് ഒരു കുരുവിയുടെ അന്തിമ വിജയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. കാർഗിൽ യുദ്ധം നമുക്കറിയാം. കാർഗിൽ യുദ്ധമൊക്കെ ഈ കഴിഞ്ഞിടക്ക് നടന്നതല്ലേ, അതായത് 1999-ലാണ്. 1999-ലാണ് കാർഗിൽ യുദ്ധം നടക്കുന്നത്. 1999. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത് 53-ലെ കാര്യമാണ്. 1953-ലെ കാര്യമാണ്. ഇതിൽ താഴെ പറയുന്നവ പരിഗണിക്കുമ്പോൾ ഇത് ഏത് ഓർഡറിലായിരിക്കും വരിക? 4-2-1-3 എന്നുള്ളതാണ്. അതായത് ആദ്യം 53 അല്ലേ, അപ്പം 4 വരണം. 4 വരുന്നത് പിന്നെ ഈ ഒരു ഓപ്ഷനാണ്. അപ്പം 4 വരണം. പിന്നെ നോക്കിയാൽ അതിൻ്റെ വർഷം നോക്കുക. വർഷം ഏതാണ്? 4 വരുന്നു. അതായത് 1953 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 66 അല്ലേ. 66. അപ്പോൾ അത് ഓപ്ഷൻ 2 വരണം അല്ലേ. ഓപ്ഷൻ 2 ഇവിടെ ഇപ്പം 4-3 ആണ് വന്നിരിക്കുന്നത്. അതായത് ആദ്യം വരേണ്ടത് 53, 4 അത് ഇവിടെ വരുന്നുണ്ട് 4 അല്ലേ. പിന്നെ വരേണ്ടത് 66 2 അല്ലേ, അത് ഇവിടെ വരുന്നുണ്ട് 2. പിന്നെ വരേണ്ടത് 66 കഴിഞ്ഞാൽ പിന്നെ 75 1 അല്ലേ. പിന്നെ വരേണ്ടത് 3 കാർഗിൽ യുദ്ധം 99. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ വർഷങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇത് സുഖമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഞാൻ എലിമിനേഷൻ രീതി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രസ്താവന ഒന്ന് നോക്കാം. പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. ആ പേരിൽ തന്നെയുണ്ട് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് എജ്യൂസാറ്റ് അല്ലേ. എഡ്യൂക്കേഷൻ അല്ലേ, ആയിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റ്. അപ്പോൾ എജ്യൂസാറ്റ് അത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം തന്നെയാണ് എജ്യൂസാറ്റ്. അടുത്ത രണ്ടാമത്തെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം അല്ലെ, കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ്. മെറ്റ്സാറ്റിന്റെ മറ്റൊരു പേരാണ് കൽപ്പന 1. ഇതും ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ്. ഇത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ബഹിരാകാശ ടെലസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. വളരെ 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 ശരിയാണ് അല്ലെ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഇത് ശരിയാണെന്ന് പറയാൻ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇത് ശരിയാണ്. അപ്പം മൂന്നാമത്തതും ശരിയാണ്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് IRNSS 1A. അയ്യോ, വളരെ വളരെ ശരി അല്ലേ. അപ്പം അങ്ങനെ നാല് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. 1 2 3 4 എന്നുള്ള ഓർഡർ അല്ലേ, അത് ശരിയാണ്. 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഇനി ഇവിടെ നോക്കുക. IRNSS 1A എന്ന് പറയുന്നതിന് വെച്ചാൽ ഇത് ശരിക്കും നാവിക് എന്നറിയപ്പെടും. നാവിക് കേട്ടോ, നാവിക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അമേരിക്കയ്ക്ക് GPS ഉണ്ട് അല്ലേ. അപ്പോൾ ആ GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എവിടെ പോയാലും നമ്മുടെ ഡീറ്റെയിൽസ് GPS ഓൺ ചെയ്തിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ത്യക്ക് അതിന് തുല്യമായിട്ടുള്ള GPS-ന് തുല്യമായിട്ടുള്ള സംവിധാനമാണ് നാവിക് എന്ന് പറയുന്നത്. ഇതിൽ IRNSS എന്ന് പറഞ്ഞ ശ്രേണിയിൽപ്പെട്ട 1A, അതേപോലെ B, C അങ്ങനെ കുറേ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ആ ഉപഗ്രഹങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം നമ്മൾ ആ നാവിക് എന്ന് പറയുന്നത് ഓൺ ചെയ്തിട്ട്, ഇപ്പോൾ GPS ഓൺ ചെയ്യുന്ന പോലെ നാവിക് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഓൺ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ എവിടെ പോകുന്നു എന്നുള്ള ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇന്ത്യയുടെയും അടുത്ത് നമ്മുടെ ചൈനയുടെയും കുറേ പ്രദേശങ്ങൾ അതിൽ കിട്ടും കേട്ടോ. അതായത് GPS-ന്റെ പോലെ തന്നെ ഇന്ത്യയുടെ സംവിധാനമാണ് നാവിക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക. അപ്പോൾ പട്ടിക 1-ൽ പറയുന്നത് ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ്, അതേപോലെ ആൻട്രിക്സ് കോർപ്പറേഷൻ, അതേപോലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, 4 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് അഹമ്മദാബാദ്, പൂനെ, അതേപോലെ ബംഗളൂരു, നൈനിറ്റാൽ. നമുക്കറിയാം ഈ തന്നിരിക്കുന്ന 4 ആൻട്രിക്സ് കോർപ്പറേഷൻ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് നാളായിട്ട് പഠിക്കുന്നവർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അതേപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും നിങ്ങൾക്ക് എവിടെയാണെന്ന് ധാരണയുണ്ടാവും. ആൻട്രിക്സ് കോർപ്പറേഷൻ ബംഗളൂരു ആണെന്ന് നമുക്ക് അറിയാം. അത് ഓപ്ഷൻ സി ആണ് വരുന്നത്, 2C. അതേപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി വരുന്നത് അത് അഹമ്മദാബാദ് ആണെന്ന് നിങ്ങൾ കുറച്ച് നാളായിട്ട് പഠിക്കുന്നവർക്ക് ഏകദേശ ധാരണ കാണും. അതായത് 4A ആണ് വരുന്നത്. 2Cയും 4Aയും വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കണം. 2C ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 3A ആണ്. അപ്പോൾ ഇതല്ല. അപ്പോൾ 2Cയും 4Aയും വരുന്നത് 2C
നോക്കാം 2 ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ, 2C ബംഗളൂരു 2C, അതേപോലെ 4 ഫിസിക്കൽ 4A ഇവിടെ 2Cയും 4A ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2Cയും 4Aയും വരുന്ന ഓപ്ഷൻ ഇതേ ഉള്ളൂ, ഇതൊന്നും വരുന്നില്ല. ഇവിടെ 2Dയും 4Aയും ആണ്, അപ്പോൾ ഇതുമല്ല. ഇവിടെ 2Bയും 4Dയും ആണ്, ഇതുമല്ല. ഇവിടെ 2Cയും 4Dയും ആണ്, ഇതുമല്ല. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ എലിമിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ C എന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കി കൂടെ നോക്കാം, അത് തന്നെയാണ് ശരി. അപ്പോൾ ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ് എന്ന് പറയുന്നത് ശരിക്കും നൈനിറ്റാളുമായിട്ട് ബന്ധപ്പെട്ടാണ്, നൈനിറ്റാലിനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ആ നോട്ട് ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷൻ, ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? നൈനിറ്റാളിലാണ്, നൈനിറ്റാളിൽ. അതേപോലെ ആൻഡ്രിക്സ് കോർപ്പറേഷൻ, അത് നമുക്കറിയാം ബംഗളൂരു ആണ് ആൻഡ്രിക്സ്. അതേപോലെ 3 ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് പൂനെയിലാണ്, പൂനെ മഹാരാഷ്ട്രയിൽ അല്ലെ, പൂനെയിലാണ്. അതേപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇതൊക്കെ നമ്മൾ എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് നമുക്കിത് അറിയാമെന്ന് പറയുന്നത്, അഹമ്മദാബാദിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എലിമിനേഷനിലൂടെ അത് നമ്മൾ എടുത്തത്. ഇനിയിപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രസ്താവന നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാവയാണ്. അപ്പോൾ ആദ്യത്തത് തന്നെ തെറ്റിയല്ലേ, ഗണപതിക്ക് വെച്ചത് തന്നെ കാക്ക കൊണ്ടുപോയി എന്ന് പറയുന്ന അവസ്ഥയല്ലേ. ആദ്യത്തെ തന്നെ തെറ്റാണ്. കാരണം എന്താ, ഇന്ത്യൻ അണുബോംബിന്റെ പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ രാജാരാമണ്ണയാണ്. നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. പൊക്രാനിലെ പൊക്രാനിലെ അണുബോംബ് പരീക്ഷണമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അല്ലെ, രാജാരാമണ്ണ. അപ്പോൾ അത് തന്നെ തെറ്റാണ്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതെന്ന് നമുക്ക് കിട്ടി, ആദ്യത്തെ തന്നെ തെറ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നമുക്ക് ബാക്കിയോടെ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി ആണ്, ഇത് കറക്റ്റാണ് കേട്ടോ, ഇത് ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി ആണ്. നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് കിടക്കുന്ന അടുത്ത പേജിലാണ്, അടുത്ത പേജ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നോക്കിയാൽ, ട്രോംബെ അറ്റോമിക് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഹോമി ജെ ഭാഭയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പിന്നെ ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത്. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് അല്ലെ, സ്പേസ് സയൻസിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടും. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യയിലെ സ്പേസ് സയൻസിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതാണ് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറയുന്നത്. ഇത് ട്രൂ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ 12ാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തത് മാത്രമാണ് തെറ്റ്. നമുക്ക് അതിലെ ബാക്കി അതിൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു മലയാറ്റൂർ സ്മാരക സമിതിയുടെ അവാർഡുണ്ട്, അതുകൂടെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് പോവാം, അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കുക, മലയാറ്റൂർ സ്മാരക സമിതിയുടെ മലയാറ്റൂർ അവാർഡാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. ഈ ലാസ്റ്റത്തെയാണ് ബെന്യാമിൻ അല്ലെ. ബെന്യാമിനെ നിങ്ങൾക്ക് ഇപ്പം നല്ലപോലെ അറിയാം, കാരണം ആടുജീവിതം സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് അല്ലെ. ഇന്ന് 28-ാം തീയതി ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 45ാമത് വയലാർ അവാർഡ് ജേതാവാണ്. ആ 45ാമത് വയലാർ അവാർഡ് കിട്ടിയ കൃതി മാന്തളിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളതാണ് അല്ലെ. ബെന്യാമിൻ 2022 അദ്ദേഹത്തിന് മലയാറ്റൂർ സ്മാരക സമിതിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2022 കൃതി ഏതെന്ന് ചോദിച്ചാൽ നിശബ്ദ സഞ്ചാരങ്ങൾ എന്നുള്ളതാണ് കൃതി, നിശബ്ദ സഞ്ചാരങ്ങൾ. അപ്പോൾ 2022 മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിന്, നിശബ്ദ സഞ്ചാരങ്ങൾ കൃതി. 2021 ലഭിക്കുന്നത് സജിൽ ശ്രീധരൻ വാസവദത്ത എന്ന കൃതിക്ക്. 2021 സജിൽ ശ്രീധർ വാസവദത്ത. 2020 കിട്ടുന്നത് ജോർജ് ഓണക്കൂറിനാണ്, ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്ക്. ഹൃദയരാഗങ്ങൾ 2019 സക്കറിയയ്ക്ക്, തേൻ എന്ന കൃതിക്കാണ് സക്കറിയയ്ക്ക്. അപ്പം മലയാറ്റൂർ അവാർഡ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതായിരിക്കും. 2022 21 ആകും. അപ്പോൾ 2022 ആണെങ്കിൽ ഇതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി ഞാനീ പറയുന്ന അവാർഡുകൾക്ക് എന്തെങ്കിലും ടെക്നിക്ക് പഠിക്കാൻ, ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ടൊക്കെ ഇതിന് പഠിക്കാനുണ്ടെങ്കിൽ അങ്ങനെ അറിയിച്ചു തരിക, വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം,
ഇവിടെയും ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഏതെന്ന്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലെ ഇങ്ങനെ നമ്മൾ PSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാം ശരിയായതെന്ന് ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ 2 ശരിയായത് അല്ലെങ്കിൽ 3 ശരിയായത് ഏതെന്ന് അടുപ്പിച്ച് ചോദിച്ചിട്ട് പെട്ടെന്നൊരു 4ാമത്തത് തെറ്റായത് ഏത് അല്ലെങ്കിൽ ശരിയല്ലാത്തത് എന്നായിരിക്കും ചോദിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മൾ ആ ശരിയായത് എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന മൈൻഡ് സെറ്റിൽ അടുത്തതും അതേപോലെയാണ് എന്നുള്ള ധാരണ ചിലപ്പം വന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ചോദ്യത്തിൽ ശരിയായതാണോ തെറ്റായതാണോ എന്ന് ആദ്യം ഒന്ന് നോക്കുക. എന്നിട്ട് 4 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടി ആ ചോദ്യത്തിൽ ശരിയായതാണോ തെറ്റായതാണോ എന്നൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ 13ാമത്തേത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഇന്ത്യയിലെ ഫ്രഞ്ച് എൻക്ലേവുകളായിരുന്നു പുതുച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നിവ. അല്ലേ, ഇത് നമ്മൾ സ്കൂൾ ടെക്സ്റ്റിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പുതുച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ. അല്ലേ, അതിൽ ചന്ദ്രനഗർ ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് പുതുച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നിവ. ചന്ദ്രനഗർ ഉള്ളതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കേട്ടോ. ചന്ദ്രനഗറും ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ 1ാമത്തെ പ്രസ്താവന ശരിയാണ്. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഇന്ത്യയിലെ ഫ്രഞ്ച് എൻക്ലേവുകളായിരുന്നു പുതുച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ. ഇനി 2ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. പശ്ചിമ ബംഗാളിനോട് ചേർത്ത ഫ്രഞ്ച് അധീന പ്രദേശമാണ് ചന്ദ്രനഗർ. അത് വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പശ്ചിമ ബംഗാളിനോട് ചേർത്ത ഫ്രഞ്ച് അധീന പ്രദേശമാണ് ചന്ദ്രനഗർ. അടുത്ത 3ാമത്തെ പോയിന്റ് നോക്കാം. ദാദ്ര നാഗർ ഹവേലിയിലെ പോർച്ചുഗീസ് നിയന്ത്രണം അവസാനിച്ച വർഷമാണ് 1954. ശരിയാണ്, 1954. ഇത് 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്. അടുത്ത 4 നമുക്ക് നോക്കാം. ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച ദൗത്യമായ ഓപ്പറേഷൻ വിജയ് നടന്നത് 1962 എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ വിജയ് നടക്കുന്നത് 1961. അപ്പോൾ ഇവിടെ വർഷം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ് ഈ പ്രസ്താവന. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. 1, 2, 3 വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നവ പരിഗണിക്കുക. ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ് ഈ നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്ര ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതിൻ്റെ ക്രമം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 14ാമത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ക്രമം എന്ന് പറയുന്നത് ആദ്യം ഹൈദരാബാദാണ് കൂട്ടിച്ചേർക്കുന്നത്, പിന്നീട് ജുനഗഡാണ്, കാശ്മീർ ലാസ്റ്റാണ് വരുന്നത്. അതായത് 3 ആണ് ആദ്യം വരുന്നത്. 3-1-2 എന്നൊരു ഓപ്ഷനിലാണ് വരുന്നത്. 3-1 ആദ്യം ഹൈദരാബാദ്, പിന്നെ ജുനഗഡ്, പിന്നെയാണ് കാശ്മീർ. 3-1-2 എന്നൊരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി നടന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുകയാണ് അല്ലേ. 89-ലെ 61ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. അത് രാജീവ് ഗാന്ധിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 15ാമത്തേതിലെ 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 1ാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലെ. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുകയാണ് പഞ്ചായത്തി രാജ്, നഗരപാലിക ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കിയത്. അതെങ്ങനെ ശരിയാവും? അത് ശരിയല്ല. കാരണം അതൊക്കെ കഴിഞ്ഞിട്ടില്ല. 90-ന് ശേഷമല്ലേ പഞ്ചായത്ത് രാജും നഗരപാലിക ബില്ലും ഒക്കെ പാസ്സാക്കുന്നത്. പക്ഷേ ഇദ്ദേഹം 91 മരണപ്പെടുന്നുണ്ട്. അത് പറയുന്നുണ്ട്. ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് 1991 മെയ് 21 അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലും ഒക്കെ വരുന്നത്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് ശരിയല്ല അല്ലേ. എന്താ ഈ നമ്മുടെ പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ നഗരപാലിക ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കുന്നത് ശരിക്കും PV നരസിംഹറാവുവിൻ്റെ കാലത്താണ്. അതായത് രാജീവ് ഗാന്ധി ഇരിക്കുമ്പോഴല്ല, അദ്ദേഹത്തിന് ശേഷം അല്ലേ PV നരസിംഹറാവു ഇരിക്കുന്ന സമയത്താണ് പഞ്ചായത്ത് രാജും നഗരപാലിക ബില്ലുകളും ഒക്കെ പാസ്സാക്കി എടുക്കുന്നത്. അപ്പോൾ 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി 4ാമത്തെ പ്രസ്താവന എന്താണെന്ന് നോക്കാം. മരകതം ചന്ദ്രശേഖരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ പോയത്. അത് ശരിയാണ്, ട്രൂ ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് 2ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. 1, 3, 4 ശരിയാണ്. 1, 3, 4 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. അപ്പോൾ ശരിയായ പ്രസ്താവനയിൽ നോക്കാം. 1959
1959. ദലൈലാമയ്ക്ക് ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയാഭയം നൽകിയ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് 1959 ദലൈലാമയ്ക്ക് ഇത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇന്ത്യ ചരിത്രം ഇത് നമ്മൾ PSC പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ്. 1900 കാരണം ചൈനയ്ക്ക് ഇന്ത്യയോട് ഇത് ദേഷ്യം വരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. മറ്റൊരു കാരണം ഇന്ത്യ വളർന്നു വരുന്നൊരു സാമ്പത്തിക ശക്തി ആയതുകൊണ്ടും ഏഷ്യയിൽ ഇന്ത്യയുടെ പ്രാധാന്യം വരുന്നതും കൊണ്ടാണ്. അപ്പോൾ നോക്കുക, 1959 ദലൈലാമയ്ക്ക് ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയാഭയം നൽകിയ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്. ഇത് ശരിയാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് 1962 ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചു എന്ന് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചത്. അപ്പോൾ ഇതും ശരിയാണ്, രണ്ടാമത്തേതും ശരിയാണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അത് കൊള്ളാം. രാമായണം മൊത്തം വായിച്ചിട്ട് അല്ലെ സീതാരാമൻ്റെ ആരെന്ന് ചോദിച്ച അവസ്ഥ പോലെ ആവുമല്ലേ. ഇന്നും ഞാൻ അതിന് തൊട്ടേ പറയുന്നുണ്ട്, ഫസ്റ്റ് ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അത് തെറ്റല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത നാലാമത്തെ ചോദ്യം, കടന്നുകയറ്റത്തെ തടഞ്ഞ അതേ വികാരത്തോടും ശക്തിയോടും കൂടി ഇനി നമ്മൾ സമാധാനത്തിനായി പൊരുതണം എന്ന് പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇത് നിങ്ങളെങ്ങും കേട്ടാൻ സാധ്യതയില്ല, പക്ഷേ ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. അപ്പം പ്രസ്താവന 1, 2, 4 ശരിയാണ്. പ്രസ്താവന 1, 2, 4 ശരിയാണ്. അത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെടുക്കുക. അത് നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്കും അതേപോലെ വൈകിട്ട് 6 മണി, 8 മണി, പിന്നെ 3 മണിക്കും കൂടെ ഇടാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക, അത് പരിഗണിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇവയ്ക്ക് സംസ്ഥാന പദവി ലഭിച്ചതിൻ്റെ ശരിയായ ക്രമം ഏതെന്നാണ് ചോദ്യം. ഇപ്പോൾ ഗുജറാത്ത് ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മേഘാലയ ഉണ്ട്, സിക്കിം ഉണ്ട്. ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ +2ൻ്റെ ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റിലാണ് ഇതെല്ലാം മിക്കവാറും വരുന്നത്, ഈ പോയിന്റുകളൊക്കെ. ഇപ്പോൾ ഗുജറാത്ത് എന്നൊരു സംസ്ഥാനം രൂപീകരിക്കുന്നത് 1960 60 ഞാൻ 6 എഴുതിയപ്പോൾ അങ്ങനെ ആയിപ്പോയി. 1960 ഗുജറാത്ത് രൂപീകരിക്കുന്നത്. നാഗാലാൻഡ് 63 നാഗാലാൻഡ്. മേഘാലയ 1972 മേഘാലയ 72. അതേപോലെ സിക്കിം 75 സിക്കിം 75. അപ്പോൾ 60, 63, 72, 75 അല്ലേ. ആ ഓർഡർ എന്ന് പറയുന്നത് 1, 2, 3, 4 ഓർഡർ തന്നെയാണ്. 60, 63, 72 അല്ലേ. അതായത് ഇതാണ്, മനസ്സിലായി. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 18 ഈ പുസ്തകത്തിൽ ഇതിൻ്റെ ഉത്തരങ്ങളും ഇതിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ ചെക്ക് ചെയ്തിട്ടും മറ്റ് ഇതിൽ പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടത് പോകാം. എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് തന്നെ പറയും, കമൻറ്റ് ചെയ്യാനും പറയും. അപ്പം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതൊരു നോളജ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നത്. ഞാനെന്ന് പറയുന്നത് നമ്മൾ ഒരു എൻസൈക്ലോപീഡിയ അല്ലല്ലോ. ഈ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു കിട്ടുന്ന അറിവിലാണ് നിങ്ങൾക്കും ക്ലാസ് എടുത്ത് തരുന്നത്. എനിക്കറിയാൻ പാടില്ലാത്ത എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഷോർട്ട് കട്ടോ ടെക്നിക്കോ ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും പ്രയോജനപ്പെടും. അപ്പോൾ 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18ാമത്തേത്. അപ്പോൾ ഇതിൽ 18ാമത്തേത്. അപ്പോൾ ഇതിൽ വരുന്നത് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. വളരെ ശരിയാണ്. നമുക്കറിയാം 1971 ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് രൂപവൽക്കരിക്കുന്നതിന് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇന്ദിരാഗാന്ധിയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് പാകിസ്ഥാനുമായിട്ട് 1971 യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇനി അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യം ഇന്ത്യൻ ഭരണഘടനയുടെ 356 അനുച്ഛേദം പ്രയോഗിച്ചത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അതും നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അടുത്ത മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷനാണ് നാനാവതി കമ്മീഷൻ എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം നമുക്ക് ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക ടോപ്പിക്ക് തന്നെയാണ്. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്കറിയാം നാനാവതി കമ്മീഷൻ അല്ല, പകരം
താക്കർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനാണ് ഇത് അന്വേഷിച്ചിട്ടുള്ളത്. ഇത് അറിയാം, നമ്മൾ PSC പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധി വധം താക്കർ കമ്മീഷനാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. പിന്നെ ഈ നാനാവധി കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതേതാണ്? അത് ഈ ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നാനാവധി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നാനാവധി കമ്മീഷൻ. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ചത് താക്കർ കമ്മീഷനാണ്, താക്കർ കമ്മീഷൻ. ഇനി അതിൽ അടുത്ത അതപ്പോൾ ഇത് തെറ്റാണ്. അപ്പം നാലാമത്തെ ഒന്ന് നോക്കാം. 1975-77 കാലത്തെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനായി മൊറാർജി ദേശായിയുടെ സർക്കാർ 1977 നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് ശരിയാണ് കേട്ടോ. 75-77 കാലത്തെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനായി മൊറാർജി സർക്കാർ 1977 നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കുമല്ലേ, ഈ മൊറാർജി ദേശായിയുടെ കാലഘട്ടവും ഈ ഇന്ദിരാഗാന്ധിയുടെ എനിക്ക് തോന്നുന്നു 70 തൊട്ട് 77 വരെയുള്ള ആ ഒരു പ്രധാനമന്ത്രി ഈ വികാസങ്ങൾ നിങ്ങളൊന്ന് പഠിക്കണം. അതായത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയും മൊറാർജി ദേശായി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയും നിങ്ങളൊന്ന് ഈ പരീക്ഷയ്ക്ക് മുമ്പേ ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. അത് വളരെ നല്ലതായിരിക്കും. കാരണം അവത്തിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരത്തില്ലെങ്കിലും അതുമായി കണക്ട് ചെയ്ത് ആ വിവരങ്ങൾ അറിയാമെങ്കിൽ, ആ കാലഘട്ടത്തെ സംഭവം അറിയാമെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ഇതേപോലെ എലിമിനേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1 to 4 ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1, 2, 4. അപ്പം ഇനിയിപ്പോൾ അടുത്ത 19ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മളങ്ങനെ അവസാനത്തിലേക്ക് അല്ല, 20 ക്വസ്റ്റ്യൻ ആണ് ഒരു ഇതിലുള്ളത്. ഞാൻ സാധാരണ 20 ക്വസ്റ്റ്യൻ 10 വെച്ച് 2 ക്ലാസ് ആയിട്ടാണ് ഇടാറുള്ളത്. പക്ഷേ തീരത്തില്ല, അതുകൊണ്ട് ഒറ്റ ക്ലാസ്സിലാണ്. പരമാവധി വേഗത്തിലും പോകുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പഴയ ക്ലാസ്സുകൾ കേട്ടവരും ഈ ക്ലാസ് കേൾക്കുന്നവർക്കും അറിയാൻ പറ്റും. അപ്പോൾ 19ാമത്തേത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഏത് 19ൽ? അത് തെറ്റായ പ്രസ്താവന. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന നോക്കാം. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഹൈദരാബാദിലെ ജനങ്ങളെ അടിച്ചമർത്തിയ ഹൈദരാബാദ് നിസാമിൻ്റെ ഭീകരസേനയുടെ പേരാണ് റസാക്കർമാർ. +2 ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് റസാക്കർമാർ. ഇത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്, റസാക്കർമാരെ കുറിച്ച് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, വായിച്ചു നോക്കണം. പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കുക. ഒരു കാര്യങ്ങൾ അറിയാൻ എന്നുള്ള ലെവലിൽ വായിച്ചു നോക്കുക. അടുത്ത ഓപ്പറേഷൻ കാറ്റർപില്ലർ എന്ന പേരിലും അറിയപ്പെട്ട നടപടിയാണ് ഓപ്പറേഷൻ പോളോ, അല്ലെ? ഓപ്പറേഷൻ പോളോ. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ശരിയാണ്, ഈ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അടുത്ത 3C എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ അന്തിമഘട്ടത്തിൽ ഹൈദരാബാദ് ഭരണാധികാരിയായിരുന്നത് ഉസ്മാൻ അലി ഷാ ആണെന്നാണ്. ഇതെല്ലാവർക്കും അങ്ങനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ അന്തിമഘട്ടത്തിൽ ഹൈദരാബാദ് ഭരണാധികാരിയായിരുന്നത് ഉസ്മാൻ അലി ഷാ തന്നെയാണ്. അടുത്ത 19D എന്ന് പറയുന്നത് നോക്കാം. ദ സ്റ്റോറി ഓഫ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് സർദാർ വല്ലഭായ് പട്ടേലാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഇങ്ങനൊരു പുസ്തകം എഴുതിയത് നമ്മുടെ VP മേനോനാണ്. VP മേനോൻ്റെ പുസ്തകമാണ് വേറൊരാൾക്ക് ആളുടെയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല. VP മേനോൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചീത്ത വിളിച്ചാണ്. VP മേനോൻ കഷ്ടപ്പെട്ട് എഴുതിയ പുസ്തകമല്ലേ, അപ്പോൾ അത് വേറൊരാളുടെയാണെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ദ സ്റ്റോറി ഓഫ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം എഴുതിയത് VP മേനോനാണ്. അപ്പോൾ ഇവിടെ 19 തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് D ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്തിടുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല ഇതുവരെ, മറന്നുപോയി അല്ലേ? ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റുകൾ ആദ്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകൾ നിങ്ങൾ ഇത് ചെയ്യുക. എന്നാലും ഞാൻ പ്രയോറിറ്റി അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം ഇടാൻ ശ്രമിക്കുന്നത്. കാരണം കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കലാസാഹിത്യമൊക്കെ 20 മാർക്കൊക്കെ വെച്ച് വരും അതിനകത്ത് നിന്ന്. അപ്പോൾ അതൊക്കെ ഡിഗ്രി ലെവൽ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം തീർക്കണം. പിന്നെ സയൻസ് പാർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇട്ട് പോകുന്നുണ്ട്. വൈകിട്ട് 6 മണിക്ക് നിങ്ങളത് കാണുക. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. ഗോവയുടെ മോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് VK കൃഷ്ണമേനോൻ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഇത് ഒരുമാതിരി പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. 20A എന്ന് പറയുന്നത്. അടുത്ത 20B നമുക്ക് നോക്കാം. ഗോവ, ദാമൻ, ദിയു, ദാദ്ര, നഗർ ഹവേലി എന്നിവയുടെ മേലുള്ള ഇന്ത്യയുടെ പരമാധികാരം പോർച്ചുഗൽ അംഗീകരിച്ചത് 1974 എന്നാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നമുക്ക് നോക്കാം. പുതുച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ എന്നിവയെ ഇന്ത്യക്ക് കൈമാറിയത് 1954 ഇത് SCRT നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുണ്ട്.
8ലോ 9ലോ ഒക്കെ ഉണ്ട് ഇത്. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം, ഡി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ കോളനി ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തി ബ്രിട്ടനാണ്. അത് തെറ്റാണ്. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ ഏറെക്കുറെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇത് ബ്രിട്ടനൊന്നും അല്ല, ഇത് പോർച്ചുഗലാണ് അല്ലേ. പോർച്ചുഗലായിട്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരിക്കുക, ഇത് പോർച്ചുഗലാണ്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ഡി ആണ് അല്ലേ. പോർച്ചുഗൽ നമുക്കറിയാം 1510 ഗോവ പിടിച്ചടക്കുന്നത്. അവിടം തൊട്ട് ഗോവ പിടിച്ചടക്കിയത് തൊട്ട് 1961 വരെ ഗോവ അവർ ഭരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ കോളനി, പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഗോവ എന്ന് പറയുന്നത് ബ്രിട്ടനേക്കാൾ കൂടുതൽ അവർ ഭരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. ഗോവയുടെ മോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് വി കെ കൃഷ്ണമേനോൻ. അതുപോലെ ഗോവ, ദാമൻ ദിയു, ദാദ്ര നാഗർ ഹവേലി എന്നിവയുടെ മേലുള്ള ഇന്ത്യയുടെ പരമാധികാരം പോർച്ചുഗൽ അംഗീകരിച്ച 1974 പുതുച്ചേരി, മാഹി, യാനം, കാരക്കൽ എന്നിവയെ ഇന്ത്യക്ക് കൈമാറിയത് 1954. ഇത് 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റിയത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത്രയുമാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ചാനൽ പ്രൊമോട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെയൊക്കെ പരീക്ഷകൾ ടെലഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ ഇടുന്നതാണ്. അടുത്ത ടോപ്പിക്ക് ഇവിടെ പറഞ്ഞേക്കാം. അടുത്ത ടോപ്പിക്ക് ലോകചരിത്രം എന്നുള്ളതാണ്. ലോകചരിത്രം, അത് ലോകചരിത്രം എന്ന് പറയുന്നത് അടുത്ത ടോപ്പിക്കാണ്. അപ്പം നാളെ നമുക്ക് ലോകചരിത്രമായിട്ട് കാണാം. അതൊന്ന് നോക്കിയിട്ട് വരിക. അമേരിക്കൻ, അതേപോലെ വ്യവസായ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെ നോക്കിയിട്ട് വരിക. താങ്ക് യു.